ഹായ് ഹലോ. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇന്നെൻ്റെ അമ്മ വിരമിക്കുന്ന ദിവസമാണ്. അതായത് ഇന്നെൻ്റെ അമ്മ ദിനേശ് ബിഡി കമ്പനിയിൽ നിന്ന് പിരിയുന്ന ദിവസമാണ്. എൻ്റെ അമ്മ ദിനേശ് ബിഡി കമ്പനിയിൽ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് 40 വർഷങ്ങളായി. നച്ചുവിന് ഡാൻസ് ക്ലാസ് ഇല്ലതുകൊണ്ട് ആള് ഡാൻസിന് പോയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പോകുന്ന വഴിയിൽ ഓളയും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അമ്മ 13ാമത്തെ വയസ്സിലാണ് ബീഡി തിരക്കാൻ വേണ്ടി പഠിക്കുന്നത് കേട്ടാ. അങ്ങനെ പഠിച്ച് പിന്നെ ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടായി കേട്ടോ. ആ ഒരു സമയത്ത് ബീഡി തരച്ച് കാണിച്ചു കൊടുക്കലും അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞിട്ടാണ് ആൾ ഈ ഒരു പണിക്ക് കയറിയിട്ടുള്ളത്. ഇതൊരു സഹകരണ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ടേ അമ്മയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഈ ദിനേശ് ബീഡി കമ്പനിയിൽ പണിയെടുത്ത് കിട്ടിയ കൂലി കൊണ്ട് തന്നെയാണ് നമ്മളെ വളർത്തിയതും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്നിട്ടുള്ളത്. എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്നത് ഈ ഒരു കമ്പനിയിൽ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കയറി നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ നമുക്ക് കുടിക്കാനില്ലേ വെള്ളം തന്നു. ഇവിടെ ഉള്ളവരെല്ലാവരും ഈ ദിനേശ് ബീഡിയിൽ പണിയെടുക്കുന്നവരും പണി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നവരും അവരുടെ ഫാമിലിയും ആൾക്കാരും എല്ലാം കേട്ടോ. ഇന്ന് 4 പേരാണ് ഇവിടുന്ന് വിരമിച്ച് പോകുന്നത്. അപ്പോൾ ഇനി വെറും 7 പേരാണ് കേട്ടോ ഉള്ളത്. കമ്പനിയുടെ ഓർമ്മകൾ പറയുമ്പം എനക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പണ്ട് അമ്മ നമ്മൾ ചെറുതുണ്ടാവുന്ന സമയത്ത് അമ്മക്ക് 9 മണിക്കാണ് കമ്പനിയിൽ എത്തണ്ടേ. അപ്പോൾ 8:30 ബസ്സുണ്ട്. ആ ബസ്സിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചാടി പഠിച്ച് എന്നെയും കൂട്ടി ഓടുന്നതും ആ തിക്കും തിരക്കുള്ള ബസ്സിൽ എന്നെ ഒക്കത്തെടുത്ത് നിൽക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുണ്ടേങ്കോല് ബസ് ഇറങ്ങിയാൽ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. എന്നെ എടുത്ത് അമ്മ നടക്കും. അമ്മമ്മേരുടെ അടുത്ത് എന്നെ ആക്കിയിട്ട് അമ്മ നേരെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണിയാവും. 6 മണിക്ക് ഓടിപ്പടിച്ച് അമ്മമ്മേരുടെ അടുത്തേക്ക് വരും. എന്നെയും കൂട്ടി അമ്മമ്മ കൊടുക്കുന്ന ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അകത്ത് കയറാനും കൂടി നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടാ. വീണ്ടും കുണ്ടേങ്ങോലേക്ക് നടക്കും. ആടുന്ന് ബസ് കയറി ചൂരെല്ലാം ഇറങ്ങി ആടുന്നും കുറച്ച് നടക്കാനുണ്ട്. വീട്ടിലെത്തുമ്പം നല്ല ഇരുട്ടാവും കേട്ടാ. വന്ന് വീട്ടിലെ പണിയും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അമ്മ വിഷമം അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഭാഗത്തുനിന്ന്. അതെല്ലാം കണ്ടിട്ടാണ് ഞാനും എൻ്റെ ഏട്ടനും വളർന്നിട്ടുള്ളത്. പിന്നെ അമ്മയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അമ്മമ്മ എന്നെ നമ്മളെ നോക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാനും ഏട്ടനും അമ്മമ്മയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ ഒരു സമയത്തെല്ലാം നിന്നിട്ടുണ്ടായത്. പിന്നെ രാവിലെ എണീച്ചാൽ അമ്മ വരുന്നത് നോക്കി ഞാൻ അറിയത്ത് ഇങ്ങനെ ഇരിക്കും. അമ്മ രാവിലെ വരുമ്പോൾ ആടെ എന്നാന്നോ ചായക്ക് കടിയാക്കിയിട്ടുള്ളത് അതും കൊണ്ടാട്ടാ വരുക. നല്ല ചൂട് ദോശ ഇങ്ങനെ എല്ലാം വാട്ടി അതിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ടാവും. നല്ല ചെറുപയർ കറിയും അതെല്ലാം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ ഒരു മണവും ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ആ ഇല വാട്ടി ആ ഒരു മണമില്ലേ അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് പിന്നെ ഉണ്ടായത്. പിന്നെ ഒരു ദിവസം അമ്മ രാവിലെ വന്നിട്ടില്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ പോവുക കമ്പനിയിലേക്കാണ്. കമ്പനി പോയാൽ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കും. ഓരോരാൾ ഓരോരോ പലഹാരങ്ങൾ വാങ്ങിത്തരും. അന്നെല്ലാം പറഞ്ഞാൽ 10-50 ആൾക്കാരുണ്ട് ആ ഒരു കമ്പനിയിൽ. നല്ല രസമാണ്. അപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ കമ്പനിയിൽ ആൾക്കാർ കുറവാണ്. പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പം വരാനൊന്നും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ മാത്രമാണ് വരിക. അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞ് ഓരോരാളെ ക്ഷണിക്കുമ്പോൾ ഏട്ടൻ ഇതാ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കും പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ആടെ പോയാൽ എനിക്ക് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ ഞാൻ കരഞ്ഞു പോവോ എന്നെല്ലാം ഉള്ളൊരു ഇതുള്ളതും ഉണ്ട്. ഞാൻ പോയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ആ ഒരു സമയത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനെ കൊണ്ടായാലും അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ അമ്മേരെ അതിലുണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തൊന്നും അമ്മ തളരാണ്ട് പിടിച്ചു നിന്നിട്ടാണ് ഈ ഒരു 40 കൊല്ലം അമ്മക്കിടെ പണിയെടുക്കാനും അമ്മേരെ എല്ലാ കാര്യങ്ങളും ഇതിലേക്കൂടി നടത്താനും നമ്മളെ കാര്യം നോക്കാനും പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലൊരു പെൻഷൻ വാങ്ങിയിട്ട് തന്നെയാണ് അമ്മ പിരിഞ്ഞു പോകുന്നത്. അപ്പം ഇനിയെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ അമ്മക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് പിരിയുന്ന എല്ലാ അമ്മമാരുടെയും കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. അപ്പം ഒരുപാട് സന്തോഷവും അപ്പം കുറച്ച് സങ്കടങ്ങളും അങ്ങനെയൊക്കെ ആയി ഇന്നത്തെ ഈ ഒരു ദിവസം കടന്നുപോയി. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.